SSCയുടെ കാലണ്ടറിൽ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ആ ഒരു വിജ്ഞാപനം ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ കാലണ്ടറിൽ നിന്ന് വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ട കാലണ്ടറുമായിട്ട് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ CGL എക്സാമിനേഷൻ സെപ്റ്റംബർ ടു ഒക്ടോബറിൽ നടന്നു കഴിഞ്ഞ് അതിനുശേഷമാണ് നമ്മുടെ MTS എക്സാമിനേഷൻ നടക്കുക. നമ്മുടെ പഴയ കാലണ്ടർ പ്രകാരം അതുപോലെ തന്നെ നമ്മുടെ GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ഒരു മാസം ജസ്റ്റ് മുമ്പിലേക്ക് എക്സാമിനേഷൻ നടക്കുന്ന തീയതി മാത്രം മുമ്പിലേക്ക് പോയിട്ടുണ്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രി RRB SSC യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം SSCയുടെ എക്സാം കാലണ്ടർ എല്ലാ വർഷവും റിലീസ് ആവാറുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എക്സാംസ് ഒക്കെ നടക്കുന്നത് എന്നെല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന SSC MTSൻ്റെ നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ CGLൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കുറച്ചൊരു ഡിലേ നിങ്ങളിപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള ആ ഒരു ആകാംക്ഷയിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിജ്ഞാപനം SSCയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. SSCയുടെ കാലണ്ടറിൽ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ആ ഒരു വിജ്ഞാപനം ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ കാലണ്ടറിൽ നിന്ന് വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ട കാലണ്ടറുമായിട്ട് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രധാനമായിട്ടും ആകെ കുറച്ച് ചില എക്സാമിനേഷൻസിലാണ് ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോയിന്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ പേജിൽ 1 to 6 വരെയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൾറെഡി വന്നൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് നമ്മുടെ CHSLൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാമിൻ്റെ ഡേറ്റ് ആണ്. സോ എക്സാമിൻ്റെ ഡേറ്റ് ജൂൺ ടു ജൂലൈ 2024 ആണ്. നമ്മുടെ പഴയ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ ഒരു അപ്ഡേറ്റ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരവും അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമ്മുടെ CHSL എക്സാമിൻ്റെ ഡേറ്റ് ഏപ്രിൽ 2 ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ കുറച്ച് ഡിലേ ആയി. ഇലക്ഷൻസിൻ്റെ ഒക്കെ കാരണമാണെന്ന് തോന്നുന്നു. കുറച്ച് ഡിലേ ആയി, ഒരു 5-6 ദിവസം വൈകി. 8 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സാം ഒക്കെ അതേപോലെ തന്നെ നടക്കും. എക്സാമിൻ്റെ ഡേറ്റിനൊന്നും യാതൊരു മാറ്റവും നമുക്കിവിടേക്ക് കാണാനായിട്ടില്ല. ഇനി വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമ്മുടെ MTS എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. സോ MTS എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ മെയ് 7 ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെയ് 7 വന്നിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് അതിൻ്റെ എക്സാമിനേഷൻ ജൂലൈ ടു ഓഗസ്റ്റിൽ നടക്കുന്നതായിരുന്നു നമ്മുടെ പഴയ കലണ്ടർ പ്രകാരം SSCയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ പുതുക്കിയ കലണ്ടർ, അപ്ഡേറ്റഡ് കലണ്ടർ പ്രകാരം MTS എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ജൂൺ 27 മാത്രമാണ് വരിക. സോ മെയ് 7 എന്നുള്ളത് മുന്നോട്ടായിട്ട് നമുക്കിവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ നോട്ടിഫിക്കേഷൻ ജൂൺ 27 മാത്രമാണ് വരിക. ആൻഡ് എക്സാമിനേഷൻ്റെ കാര്യത്തിലും ചെറിയൊരു ഡിലേ ഉണ്ട്. ജൂലൈ ടു ഓഗസ്റ്റ് നടക്കാനിരുന്ന എക്സാമിനേഷൻ ഒക്ടോബർ ടു നവംബറിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളിൽ ഒന്നും മാറ്റമില്ല. അപ്പോൾ നിങ്ങൾ MTS എക്സാമിനേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ, ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ലെവൽ CGLനേക്കാളും CHSLനേക്കാളും ഒക്കെ കുറച്ച് താഴ്ന്ന ലെവൽ എക്സാമാണ്. സോ അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മാസങ്ങൾ അധികം നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളിതാരും മിസ്യൂസ് ചെയ്യരുത്. ഇത് കണ്ടില്ലാതെ വെറുതെ പോകരുത്. ഇനി എക്സാം ഡിലേ അല്ലേ എന്നാൽ പിന്നെ മെല്ലെ പഠിച്ചേക്കാമെന്ന് വിചാരിക്കരുത്. ഈ കൂടുതൽ കിട്ടിയ മാസങ്ങൾ നിങ്ങളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി തന്നെ എല്ലാവരും മാക്സിമം വിനിയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അപ്ഡേറ്റ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ CGL എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. CGL എക്സാമിനേഷൻ നമ്മുടെ പഴയ കാലണ്ടർ പ്രകാരം ഈ മാസം ജൂൺ 11 ആയിരുന്നു നോട്ടിഫിക്കേഷൻ വരേണ്ടിയിരുന്നത്. പക്ഷേ വന്നിട്ടുണ്ടായിരുന്നില്ല. എക്സാമിനേഷൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെപ്റ്റംബർ ടു ഒക്ടോബർ 2024 നടക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റഡ് കാലണ്ടർ പ്രകാരം ഈ MTSൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് 2 ദിവസം മുൻപ് 24 ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. എന്നിട്ട് MTS സെപ്റ്റംബർ ടു ഒക്ടോബർ നടന്നതിന് ശേഷമായിരിക്കും, CGL MTS
നടക്കുന്നതിന് മുമ്പായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ CGL എക്സാമിനേഷൻ സെപ്റ്റംബർ ടു ഒക്ടോബറിൽ നടന്ന് കഴിഞ്ഞ് അതിന് ശേഷമാണ് നമ്മുടെ MTS എക്സാമിനേഷൻ നടക്കുക. നമ്മുടെ പഴയ കാലണ്ടർ പ്രകാരം അങ്ങനെ ആയിരുന്നില്ല. ആദ്യം MTS നടന്നിട്ട് പിന്നെ CGL ആയിരുന്നു. പക്ഷേ ഇത് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ പ്രകാരം CGL എക്സാമിനേഷൻ സെപ്റ്റംബർ ടു ഒക്ടോബർ നടന്നതിന് ശേഷമാണ് ഒക്ടോബർ ടു നവംബറിൽ MTS എക്സാം നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഡേറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്, ശ്രദ്ധിക്കുക. ഇതിൽ വലിയ മാറ്റം CGL 11-ാം തീയതി വരാൻ ഉണ്ടായിരുന്നത് ഇപ്പം 24-ാം തീയതി ആയി എന്നുള്ളൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. MTSന് മാത്രം ഇവിടെ ഏകദേശം ഒരു 2 മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. എക്സാമിനേഷൻ നടക്കാനും ആ ഒരു ഡിലേ വരും. പക്ഷേ CGLൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഏകദേശം അതുപോലെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റെനോഗ്രാഫർ എക്സാമിനേഷൻ ആണ്. സ്റ്റെനോഗ്രാഫർ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ജൂലൈ 16 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ മറ്റ് നോട്ടിഫിക്കേഷൻസും ലേറ്റ് ആയത് കാരണം ഇതിനും ഒരു 10 ദിവസത്തെ ഡിലേ ഉണ്ട്. സോ ജൂലൈയിൽ തന്നെ വരും, പക്ഷേ ജൂലൈ 26-ാം തീയതി ആയിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരിക. ആൻഡ് ഇതിൻ്റെ എക്സാം ഡേറ്റ് ഒക്ടോബർ ടു നവംബർ ആണ്. അതിന് മാറ്റമൊന്നുമില്ല, എക്സാം ഡേറ്റ് അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റെനോഗ്രാഫർ എക്സാമിനേഷൻ പോകുന്നത്. അടുത്തത് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ ആണ്. 23-ാം തീയതി ജൂലൈ വരാനുള്ളത്. ഒരു 5 ദിവസം മുന്നോട്ട് നീങ്ങിയിട്ട് ഒക്ടോബർ 2-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരിക. പക്ഷേ അവിടെയും നമ്മുടെ എക്സാം നടക്കാൻ പോകുന്ന തീയതിക്ക് മാറ്റമൊന്നുമില്ല, ഒക്ടോബർ ടു നവംബർ ആയിരിക്കും എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും ഒത്തിരി അധികം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനാണ്. അത് 27-ാം തീയതി ഓഗസ്റ്റിൽ വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിന് യാതൊരു മാറ്റവും ഈ വരുന്ന ഡിലേ ഒന്നും അതിനെ ബാധിക്കാനേ പോകുന്നില്ല. അതിൻ്റെ ഡേറ്റ് ഒക്കെ എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ പോകുന്നുണ്ട്. സോ ഇവിടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പുതിയ കലണ്ടർ പ്രകാരവും അതേ ഡേറ്റ് തന്നെയാണ്. ആൻഡ് ഇവിടെ എക്സാമിനേഷന് ചെറിയൊരു ഡിലേ ഉണ്ട്. സോ ഡിസംബർ ടു ജനുവരി എന്നുള്ളത് ജനുവരി ടു ഫെബ്രുവരി ആയി, എന്ന് വെച്ചാൽ ഒരു മാസത്തെ ഒരു ഡിലേ മാത്രം മുമ്പിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പ്രകാരം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ CGL എക്സാമിനേഷൻ അല്ല CHSL എക്സാമിനേഷൻ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാത്രം കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാകും. പിന്നെ സെപ്റ്റംബർ തൊട്ട് നമ്മുടെ CGLും MTSും എക്സാമിനേഷൻസിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് വരുന്നത്. അപ്പോൾ എക്സാമിനേഷൻസ് ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാം CGLനൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് SSCയുടെ പുതിയ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.gov.in പോയാൽ മതി. 1 ടൈം രജിസ്ട്രേഷൻ ആണ്. ഒറ്റത്തവണ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഏത് എക്സാമിനേഷനും നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് അപ്ലൈ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. പെൺകുട്ടികൾക്ക് ഫീ കൊടുക്കേണ്ടതില്ല. ബാക്കിയുള്ളവർക്കും ആകെ 100 രൂപയാണ് ഫീസ് ഉള്ളൂ. പെൺകുട്ടികൾക്ക് ഫീസേ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇത് നിങ്ങൾ മിസ് ചെയ്യാതെ ജസ്റ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിന്നുള്ള ടേക്ക് അവേ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ CGL എക്സാമിനേഷൻ ആയിരിക്കും ഫസ്റ്റ് നടക്കുക, അത് കഴിഞ്ഞിട്ടായിരിക്കും MTS എക്സാമിനേഷൻ നടക്കുന്നത്. സോ രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് തന്നെയായിരിക്കും വരിക. അതുപോലെ തന്നെ നമ്മുടെ GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ഒരു മാസം ജസ്റ്റ് മുമ്പിലേക്ക്, എക്സാമിനേഷൻ നടക്കുന്ന തീയതി മാത്രം മുമ്പിലേക്ക് പോയിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫർ എക്സാമിനേഷനും ഡേറ്റിന് മാറ്റമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ ഒരു ചെറിയ 10 ഡേയ്സ് ഡിലേയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അപ്ഡേറ്റഡ് കാലണ്ടർ പ്രകാരമുള്ള കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ചോദ്യങ്ങളോ ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. സോ ആ ഫോമിൽ നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനുമുള്ള മറുപടിയും ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കോഴ്സസിനെ പറ്റിയിട്ടും കോഴ്സസിൽ ഏതൊക്കെ പ്ലാനാണ് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് സ്യൂട്ടബിൾ ആവുക എന്നതിനെ പറ്റിയും ഓഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ സെൻട്രൽ ഗവൺമെൻറ് മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.